welcome to Nith'z recipes and tips. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയ ഫിഷ് മുളകിട്ടത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോയി നോക്കിയിട്ട് വരാം. അതിന്റെ മുമ്പേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ 4 മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വറ്റയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ 1.5 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 1.5 വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ കറിയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഈ വെളുത്തുള്ളി ഇഞ്ചിയാണ്, അതാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി, സവാള വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം, പക്ഷെ ചെറിയ ഉള്ളി ആകുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ 1.5 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞത് നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ. അപ്പോൾ ഇവിടെ വേണ്ട പൊടികൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂൺ കടുക്. പിന്നെ നമുക്ക് വേണ്ടതാണ് പുളി. ഇവിടെ ഞാനൊരു 5 കുടംപുളി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ നമുക്ക് കടുകും നമ്മുടെ ഉലുവയും ഇതിലോട്ട് ഇടാം. കരിയാതെ നിങ്ങൾ നോക്കണം. കടുകും ഉലുവയൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ കറിവേപ്പില. അപ്പം അതും കൂടെയും ഇതിനകത്തേക്ക് ഇടണം. അത് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണി മാറുന്നവരെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിവിടെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലോട്ടിടാം. ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പൊടികൾ നമുക്ക് ഇതിലോട്ടേക്ക് ഇടാം. നമ്മുടെ മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൊണ്ടും ഒരുമിച്ച് ഇതിലോട്ടേക്ക് ഇട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കും. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഉള്ളി, നമ്മുടെ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഡ്രൈ രീതിയിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിയാതെ നോക്കണം, പൊടികളാണ്. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മസാല പൊടികളൊക്കെ നമ്മുടെ ഉള്ളിയായിട്ട് നല്ല ഡ്രൈ രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇവിടെ മാറ്റി വെച്ച് നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ച് പുളിയും വെള്ളവും ഒരുമിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. അപ്പം ഈ പുളിയും ഈ നമ്മൾ ഒഴിച്ച പുളി വെള്ളവും ഇത് മൊത്തം ഈ ഉള്ളിയായിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ഈ പുളി ഒഴിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് തിളയ്ക്കുന്ന പരുവാകുമ്പം നമ്മൾ ആ സമയത്താണ് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുന്നത് മീനിൻ്റെ ഒപ്പം. എന്നിട്ട് അത് രീതിയിൽ തിളച്ച് വന്നിട്ടാണ് നമ്മൾ യൂഷ്വലി മീൻകറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ പുളി പിടിക്കുമ്പോൾ അടുത്ത ദിവസമൊക്കെയാണ് നമുക്ക് ആ മീനിനകത്ത് പുളി പിടിച്ച് ആ ഒരു പുളി ഇറങ്ങി വരത്തുള്ളൂ. പക്ഷേ ഈ പരുവത്തിൽ നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയിൽ ഇപ്പം തന്നെ നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്ന ആ
ഒരു പുളി അതേ ടേസ്റ്റ് ഈ മീൻ കറിയിലുണ്ടാവും. നല്ല പുളി മീനിൽ നല്ല രീതിയിൽ ഈ കറിയിൽ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പുളിയിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് ഈ പുളിയും ഈ മസാലയായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, കരിയരുത്. അപ്പോൾ ഇളക്കി കൊടുക്കണം. റെഗുലർ ഇൻ്റർവെൽസിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പുളി നല്ല രീതിയിൽ ഈ ഉള്ളി മസാലയുടെ കൂടെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ട് ഇവിടെ കാണാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ പരുവത്തിലുള്ള വെള്ളം. ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഈ എല്ലാ സംഭവങ്ങളും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്ര ഉപ്പിടാം. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീനിടുന്നത്. അപ്പോൾ നമ്മളൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ച മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മീനൊന്ന് വേവിക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ മീൻ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ ഒന്ന് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഞാനതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം കംപ്ലീറ്റ് വെന്തിട്ടുണ്ട്. ഒരു 1/2 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം.